ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കുത്തപ്പാണ്. അപ്പം നമുക്ക് ഇത് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. നല്ല ഭംഗിയില്ലേ ഇപ്പം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കളർ പോലെ തന്നെ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഈ ഒരു കുത്തപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ റമദാൻ മാസമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഈ ഒരു റമദാനൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു എണ്ണയില്ലാത്തൊരു പലഹാരം കൂടിയാണ് ഇട്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോവാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിയിൽ കരിയൊന്നും ചെയ്യാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ ആക്കുന്ന സമയത്ത് തന്നെ നല്ല താള് പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ വീഡിയോയിലോട്ട് കടക്കാം. വീഡിയോക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ വീഡിയോക്ക് എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾ ഇടണം കേട്ടോ. ഒരു സ്മൈലെങ്കിലും ജസ്റ്റ് ഒന്ന് ഇടണം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് വേണ്ടിയത് മൈദാന്നേ. ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് മൈദാന്ന് ഞാനിവിടെ എടുക്കുന്നത്. നിങ്ങൾക്ക് 3-4 ഒക്കെ എടുക്കട്ടോ. പിന്നെ നമ്മൾ ബാക്കി എടുക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് കൂട്ടി കൊടുത്താൽ മാത്രം മതിയാവുന്നുള്ളൂ. അപ്പോൾ മൈദ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ് കാണിച്ചത് കപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരുടെ കയ്യിലും കപ്പ് ഉണ്ടാവുകയില്ല, മെഷറിങ് കപ്പ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ ഒരു ഗ്ലാസ് ആകുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു അളവും കാര്യങ്ങളൊക്കെ മനസ്സിലാവില്ല. അപ്പം ചായ കുടിക്കുന്ന ഗ്ലാസ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ല. അപ്പോൾ 2 ഗ്ലാസ് മൈദ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 മുട്ടയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് 3 മുട്ട വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കട്ടോ. അത് ഞാൻ അപ്പുറം കുക്കർ വെച്ചിട്ടോ, അതിൻ്റെ ഒരു പുകയാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മുട്ട കൂടുതലായി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം കൂടുതലായി എന്ന് പറയുന്ന നേരം 3 മുട്ട വരെയൊക്കെ നിങ്ങൾക്ക് 2 ഗ്ലാസ് പൊടിക്ക് ചേർക്കട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് എന്ന് പറയുന്നത് ഞാനിപ്പോൾ 2 ഗ്ലാസ് പൊടിക്ക് 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പം ഇവിടെ 3 ഗ്ലാസ് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. 1 ഗ്ലാസ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല, 2 ഗ്ലാസ്സാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പം മുട്ടയും കൂടി നമ്മൾ ചേർത്തതാണല്ലോ, അപ്പം കൂടുതലായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് പൊടിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പം ചേർത്ത് കൊടുത്തത്. ബാക്കി 1 ഗ്ലാസ് ഞാൻ മുക്കിയിട്ട് അവിടെ വെക്കും കേട്ടോ. നല്ല ടൈറ്റാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം മുക്കി അവിടെ വെച്ചത്. ഇപ്പോൾ ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. കുറച്ച് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. അപ്പം നമ്മളെ മൈദ ഇവിടെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് സൈഡിലൊക്കെ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ, പറ്റി പിടിച്ചതൊക്കെ. അതും കൂടി ഒന്ന് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഒന്ന് അടിച്ചു കൊടുക്കട്ടെ. അപ്പോൾ അതിങ്ങനെ ഉണ്ടെങ്കിൽ നല്ലോണം ഒന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ. അത് തീരെ ഇതിൻ്റെ കഷ്ണങ്ങളൊന്നും പാടില്ല. മൈദൻ്റെ ഒരു അവിടെ ഇവിടെയൊക്കെ ചിലത് തങ്ങി നിൽക്കില്ല, അതൊന്നും പാടില്ല കേട്ടോ. നല്ലോണം നല്ല ഫൈനായിട്ട് തന്നെ അടിച്ചെടുക്കണം. ഇപ്പോൾ അയ്യ വെള്ളം നമ്മൾ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ചേർത്ത് കൊടുത്തില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു തുണ്ട് ഏലക്കായിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഏലക്കായി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്നും കൂടി അടിച്ചെടുക്കുക. അതിപ്പം പാകത്തിന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് തീരെ തരിയൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു സൈഡിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഇനിയും സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. സൈഡിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ക്യാരറ്റാണ്. ഇത് ഞാൻ വേവിച്ച ക്യാരറ്റാണ്. ഇതിപ്പോൾ 1 ക്യാരറ്റാണ് കേട്ടോ. ഒരു വലിയ ക്യാരറ്റാണ്, അത്യാവശ്യം വലിപ്പമുണ്ട് ഈ ഒരു ക്യാരറ്റ്. അപ്പോൾ ഇത്രയും ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്തിട്ട് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമ്മളെ കയ്യിൽ ഏതാണുള്ളതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. കുറേ ഒന്നും ആയി പോകണ്ട കേട്ടോ. നമ്മളിപ്പോൾ ഏകദേശം 1 എന്ന് പറയുമ്പോൾ ഒരു അത്യാവശ്യം ഒരു വലിപ്പം ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് നല്ലോണം കുക്കറിൽ വേവിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ എടുത്ത വെള്ളമില്ലേ, ആ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ മൈദ കലക്കിയ ആ ഒരു സ്പൂണില്ലേ, ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ ഒരു കളറ് വരുന്നത്. കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം. ഇത് 3/4 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ.
അപ്പം ഞാൻ 3/4 ഗ്ലാസ്സാണ് ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമുക്ക് ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ മൈദൻ്റെ മിക്സിയില്ലേ, ഈ ഒരു മൈദൻ്റെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാ മുഴുവനായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം മിക്സിൻ്റെ ജാറിൽ കുറച്ചും കൂടി ക്യാരറ്റിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അത് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ചുഴറ്റിയിട്ട് നമ്മളെ ഈ ഒരു മൈദൻ്റെ മിക്സിയില്ലേ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ നെയ്യാണ്. ഒരു 1/2 ടീസ്പൂൺ മാത്രം മതി. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. ഇതിൻ്റെ ഒരു ക്യാരറ്റിൻ്റെ മിക്സൊക്കെ ഇല്ലേ, ഒന്ന് നല്ലോണം ഒന്നായിട്ട് മിക്സ് ആകുന്നത് വരെ ഒന്ന് അടിച്ചെടുക്കാം. ഇതാ കണ്ടില്ലേ, അടിപൊളിയായിട്ട് തന്നെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ കണ്ടാൽ നല്ല സൂപ്പർ കളറല്ലേ. നമ്മളെ ക്യാരറ്റ് ചേർത്തത് കൊണ്ട് തന്നെ കളറിൻ്റെ ഒരു വ്യത്യാസം തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് ചുട്ടെടുക്കണം. ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാ കണ്ടില്ലേ, ഈ ഒരു നേർപ്പിലാണ് നമുക്ക് കിട്ടേണ്ടത്. അധികം ടൈറ്റും ഉണ്ടാവരുത്, അധികം നേർപ്പില്ലാത്തൊരു ഇതില്ല കേട്ടോ. നമ്മൾ ഏകദേശം ദോശ മാവൊക്കെ കലക്കുന്നില്ല, ആ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് വെള്ളമോ കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ എല്ലാം പാകത്തിനുണ്ട്. ഇനിയിപ്പോൾ അത് നമുക്ക് ചുട്ടെടുക്കാം. ഇനി ഞാൻ ഇതേപോലത്തെ ഒരു കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മാവ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ തീ കൂട്ടി വെക്കാൻ പാടില്ല കേട്ടോ. കുറഞ്ഞ തീയിലാണ് ഇതായി കിട്ടാൻ പാടുള്ളൂ കേട്ടോ. ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഹോള് വന്നതിന് ശേഷം ഇതൊന്ന് മൂടി വെക്കാം കേട്ടോ. നല്ല തീയൊന്നുമില്ല കേട്ടോ. അടിയിൽ തീ നല്ല നേർങ്ങനാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അധികം തീയില്ലാതെ നിൽക്കരുത് കേട്ടോ. എന്നാൽ നമ്മൾ ഈ ഒരു പത്തിരി റെഡി ആയി കിട്ടിയാൽ. അപ്പോൾ ഇതാ ഞാൻ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ പത്തിരി അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാ കണ്ടില്ലേ, കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിന് നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. സൈഡ് ഭാഗമൊക്കെ ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ഒന്ന് ഇളക്കി മാറ്റി കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. സൈഡ് ഭാഗമൊക്കെ ഇളകി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാ കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയും കൂടിയാണ്. ഫോണ് ഞാൻ കൈമ പിടിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ചെറുങ്ങനെ ജർക്കിങ് വരുന്നത്. ഒന്ന് ക്ഷമിക്കണേ. ഇത് ട്രൈപ്പോഡ് മേൽ വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ കാണാൻ കഴിയില്ല. ഇത് ഞാനിപ്പോൾ അടുപ്പിലാണ് ആക്കുന്നത്. അവിടെ ലൈറ്റ് ഒന്ന് കുറവാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ രണ്ടാമത്തതും കൂടി ഞാൻ മൂന്നാമത്തതും കൂടി ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. നല്ല അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ചോറ് വെച്ച അടുപ്പത്ത് ചട്ടി വെച്ചിട്ട് ഇതേപോലെ ചുട്ടെടുത്തതാണ്. അപ്പം നല്ല കണലുണ്ടാവില്ല, അപ്പോൾ അങ്ങനെ ചുട്ടെടുത്തതാണ് കേട്ടോ. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് തേങ്ങാപ്പാലൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടി അടിപൊളിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങളെ കമൻ്റ് ഒന്ന് അറിയിക്കുക കേട്ടോ. എന്തായാലും നിങ്ങളെ കമൻ്റ് ഒന്ന് എഴുതി ഒന്ന് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ വെറൈറ്റി വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ അസ്സലാമു അലൈക്കും.